ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ട് നന്നായിട്ട് അരിഞ്ഞ ചക്ക നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത്, 3 പച്ചമുളക്, ഒരു 5-6 അല്ലി ചുവന്നുള്ളി, പിന്നെ 2 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് നൽകുക. അടുത്തതായി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കരുത്, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അടുത്തതായി നമുക്ക് അടുപ്പിൽ ഒരു ഇഡലി ചെമ്പ് വെച്ചിട്ട് അതിൻ്റെ തട്ടിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പം എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക ഇന്നലെ അനിയൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ വേവിച്ചിട്ടാണ് ഈ ചക്ക കൊടുത്തിട്ടുള്ളത്, കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചക്ക എനിക്ക് ഒരുപാട് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആവിയിൽ ഇത് പുഴുങ്ങിയെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ ചക്കപ്പുഴുക്ക് ഇങ്ങനെ നല്ല ചൂടോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തിയുമാണ് ഈ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഈ ചക്കപ്പുഴുക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.